ഇപ്പോൾ ചക്കക്കുരു കൊണ്ട് നല്ല അടിപൊളിയൊരു ഡിഷാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇതെല്ലാവർക്കും ഇതുപോലെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇപ്പം ഞാൻ 10-15 ചക്കക്കുരു എടുത്തിട്ടുള്ളൂ. ഒരു 10 ചക്കക്കുരു ആയാലും മതി. ഒരു ഇടത്തരം സവാള എടുത്തിട്ടുണ്ട്, ഇടത്തരം തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഈ ചക്കക്കുരു ഒരു വെള്ളത്തിലിട്ട് വേവിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ ചക്കക്കുരു അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തെ ചക്കക്കുരു വേവുമ്പോഴത്തേക്ക് ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. ഇപ്പോൾ ഞാൻ ഇവിടെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കടുക് വറുക്കാനുള്ള സാധനം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, കറിവേപ്പില. പിന്നെ നമ്മൾ ആ ചക്കക്കുരു വേവിച്ച് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തെങ്കിലും ഇച്ചിരി തരിയോടുകൂടി, തരി കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ. ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം. ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ ആരെങ്കിലും കാണുന്നെങ്കിൽ. ഇവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കടുക് പൊട്ടി തീരുമ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മൂത്ത മണം വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ പച്ചമുളക് കൂടെ ഇട്ട് വഴറ്റാം. സവാള വാടി വരുമ്പോഴത്തേക്ക് തക്കാളി ഇട്ട് വഴറ്റാം. ഇപ്പോൾ സവാള തക്കാളി എല്ലാം വഴഞ്ഞു വരുമ്പോഴത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഒരു നുള്ളു ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഒക്കെ നല്ല മൂത്ത മണം വരുമ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് ഇളക്കാം. ഇനി ഈ ചക്കക്കുരു മസാല എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി 2 മിനിറ്റ് അടച്ച് വേവിക്കാം. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ അടച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. 2 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും ചക്കക്കുരുവിലൊക്കെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കാം. എല്ലാവരും സൈഡിലോട്ട് അങ്ങോട്ട് ഒതുക്കാം. നമ്മൾ ആദ്യമേ ഒരു മുട്ട കാണിച്ചല്ലേ, ഞാൻ മുട്ട ഒരു ബൗളിൽ ഉടച്ച് വെച്ചിട്ടുണ്ട്, മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഈ പാനിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ട നല്ലപോലെ ഒഴിച്ച് മിക്സാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ കൂട്ടുമായിട്ട് യോജിപ്പിക്കാം. ഇപ്പോൾ ഈ ഒരു മുട്ടയെന്ന് പറഞ്ഞത് സാധനം എടുക്കുന്നതനുസരിച്ച് 2 മുട്ട വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ ഈ 15 ചക്കക്കുരു കൊണ്ടാണ് ഞാൻ എടുത്തത്, 12ഓ 15. ചക്കക്കുരു കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ മുട്ട ഒന്നുകൂടെ എടുക്കുന്നത് കൊണ്ട് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, അറിയാമല്ലേ. അപ്പോൾ നമ്മൾ ചക്കക്കുരു ഒന്നും ഇത് തെളിഞ്ഞ് കാണാനില്ല. ഈ കാണുന്നതൊക്കെ മുട്ടയാണ്. അപ്പോൾ ഇതുപോലെ അടച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ തീ കൊടുത്താൽ ഒരു ചെറിയ ചൂടുവെള്ളമൊക്കെ കുടഞ്ഞ് ഈ മുട്ടയിൽ മസാല പിടിക്കും. ഇപ്പോൾ നമ്മൾ കുരുമുളക് അവസാനം ഇട്ടത് കൊണ്ട് ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ മതി. ഇങ്ങനെ ആയാലും മതി എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതുപോലെ
തയ്യാറാക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഉപ്പുമാവ് കഴിക്കുന്നതൊക്കെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. ഒരു മുട്ട കൂടി ചേർക്കണം. ഇത് നല്ല എരി, ഇപ്പം നല്ല എരിയൊക്കെ ആയിട്ട് ചോറ് തന്നെ നല്ല കറക്റ്റാണ്. എത്ര കഴിച്ചാലും മതി വരില്ല. അത്ര നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ചക്കക്കുരു കൊണ്ട് ഇത്രയും നല്ലൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന്, ഒരു ഡിഷ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്.